Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കമ്പനി ബോർഡ് LGSന്റെ 15ാമത്തെ അഡ്വൈസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 29/8/2025 അഡ്വൈസ് വന്നത്. 131 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നത്. അഡ്വൈസ് ഡേറ്റ് 18/8/2025 ഓക്കെ. അപ്പൊ അതിനകത്ത് 111 ഫ്രഷും 20 NJD അങ്ങനെ 131 വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് അഡ്വൈസിനകത്ത് OC-BC പൊസിഷൻ നോക്കുമ്പോഴേ OCയും EWS ചേർത്ത് 684, BC 683, NJD ടോട്ടൽ 929, DAയിൽ LV 14, HI 14, LDCP 14 അങ്ങനെ 2338 അഡ്വൈസ് ആണ് 15ാമത്തെ അഡ്വൈസ് വരെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു OC 684 ആണ്, BC 680. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് 51 എണ്ണമാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് EBTയിൽ 1879, 1880, 1881, 1882, 1885. EWS ഒരു റാങ്ക് ഉണ്ട് 1884. മുസ്ലിം 3417, 3457, 3506, 3519. ഇനി STയിൽ കുറെ പാസ്ഡ് ഓവർ ഉണ്ട്. സപ്ലിമെന്റ് ലിസ്റ്റ് 79, 84, 85, 86, 87, 89, 90, 91, 92, 94, 95, 98, 100, 101, 104. ഈ 104ന്റെ ആണ് കഴിഞ്ഞ നമ്മുടെ റിവേഴ്സ് ആയിട്ട് അഡ്വൈസ് വന്നപ്പോൾ ആദ്യം അഡ്വൈസ് വന്നപ്പോൾ 104 അതിൽ LB ആണ്. അത് അഡ്വൈസ് കയറി വന്നതുകൊണ്ടാണ് ആ അഡ്വൈസ് റിവേഴ്സ് ആയിട്ട് വന്നത്. ഓക്കെ, 104, 105, 106, 107, 108, 109, 111, 112, 114, 116. അപ്പൊ ഇത്ര ST പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആണ്. ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 56, 58, 59, 63, 65, 68, 71, 72, 74, 75. SIUC സപ്ലിമെന്റ് ലിസ്റ്റ് 18, 21, 22, 23, 24, 25, 26. അപ്പൊ ഇത്രയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാസ്ഡ് ഓവർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ചോദിച്ച ആൾക്കാർക്ക് നമ്മുടെ പേഴ്സണലായിട്ട് ചോദിച്ച ആൾക്കാർക്ക് കുറെ ബോർഡ് കിട്ടുന്നത് ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും അത് കറക്റ്റായി വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷം. കറക്റ്റായിട്ട് വരാത്ത ബോർഡും ഉണ്ട്. ഓക്കെ, വന്ന ബോർഡാണ് കൂടുതൽ, വരാത്ത ബോർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ NJD വരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു വിഷയം വന്നത്. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത ബോർഡ് തന്നെ വന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. നമുക്ക് ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ എത്ര വരെ പോയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞു ടോട്ടൽ 2338 അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് OCയിൽ മെയിൽ 1887, ഫീമെയിൽ 1874. EWS OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഫീമെയിൽ പോയിരിക്കുന്നത് 1876. EBTയിൽ OCയിൽ നിന്നാണ് മെയിലും ഫീമെയിലും പോയിരിക്കുന്നത്. SSC സപ്ലിമെന്റ് ലിസ്റ്റ് 68 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 64 ഫീമെയിൽ. ST സപ്ലിമെന്റ് ലിസ്റ്റ് 118 മെയിൽ, 78 ഫീമെയിൽ. മുസ്ലിം 3521 മെയിൽ, 3411 ഫീമെയിൽ. ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 76 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 55 ഫീമെയിൽ. OBC 1919 മെയിൽ, 1940 ഫീമെയിൽ. വിശ്വകർമ്മ 2158 മെയിൽ, 2041 ഫീമെയിൽ. SIUC നാടാരി സപ്ലിമെന്റ് ലിസ്റ്റ് 27 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 16 ഫീമെയിൽ. SSCCC സപ്ലിമെന്റ് ലിസ്റ്റ് 33 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 39 ഫീമെയിൽ. ധീവര 3587 മെയിൽ, 3501 ഫീമെയിൽ. ഹിന്ദു നാടാരി 3693 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 1 ഫീമെയിൽ. DAയിൽ LV 24, HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. LDCP 37. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 131 വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി കുറച്ച് വേക്കൻസി, അതായത് ഇനി ഏകദേശം ഒരു 100 വേക്കൻസിയോളം നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്. കേരള റോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 1/1/2026 ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു 100 വേക്കൻസി കൂടെ ഉണ്ട്. ഓക്കെ, 100 വേക്കൻസി എന്ന് പറഞ്ഞാൽ എക്കോയിൽ 1/8/2025 ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആക്റ്റീവ് ആകും. അതുകൊണ്ട് ചേർത്തിട്ട് മൊത്തത്തിൽ 100 വേക്കൻസിക്കാണ് ഇനി അഡ്വൈസ് വരാനായിട്ടുള്ളത്. ഓക്കെ, അതിനിപ്പം അടുത്ത മാസം അവസാനം ഒക്കെ നോക്കിയാൽ മതി അടുത്ത അഡ്വൈസ് വരാനുള്ള അഡ്വൈസ് വന്ന എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് ഇനി അഡ്വൈസ് പോകാനുള്ള ബോർഡ് അതൊക്കെ നമുക്ക് നോക്കണം. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റുടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.